കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, അനേകം ആളുകൾ മരണം വഴിയായി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോഴും ഒരു ദിവസം കൂടെ ആയുസ്സും ആരോഗ്യവും നൽകി കാത്തുപരിപാലിക്കുന്ന നല്ലവനായ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വിശുദ്ധമാകുന്ന വലിയ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ പരിശുദ്ധ സഭയും അംഗങ്ങളാകുന്ന നാം ഓരോരുത്തരും സഞ്ചരിക്കുകയാണല്ലോ. ചിന്തയ്ക്കായി ക്രമീകരിച്ചിരിക്കുന്ന തിരുവെഴുത്ത് ഭാഗം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങളാണ്. അതിൻ്റെ 2-ാം വാക്യം മുതൽ 4-ാം വാക്യം വരെ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നതെന്തെന്ന് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പ്രിയമുള്ളവരെ, വലിയ നോമ്പ് തീർച്ചയായും ത്യാഗത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും അനുഭവമാണ് നൽകുക. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഈ ത്യാഗത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ജീവിതമാണ്. കാപട്യം നിറഞ്ഞ ഈ ലോകത്തിൽ സകലതും കാപ്പിട്ടിട്ടാൽ നൽകുന്നതാണല്ലോ. നാം ചെയ്യുന്ന പ്രവൃത്തികൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നോമ്പാനുഷ്ഠാനങ്ങൾ, അങ്ങനെ എല്ലാം തന്നെ നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കുറ്റമറ്റതും പൂർണ്ണമായിരിക്കാൻ തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ കാരണം അവയെല്ലാം ദൈവത്തിനു മുൻപാകെ വെളിപ്പെടുന്നവയാണ്. നോമ്പുകാലത്ത് നാം അനേകം പ്രാർത്ഥനകളും ഉപവാസങ്ങളും പുണ്യപ്രവൃത്തികളും ചെയ്യുന്നവരാണ്. എന്നാൽ ഇവ എൻ്റെ ശ്രേഷ്ഠതയ്ക്കും മറ്റുള്ളവർ നാം ഇപ്രകാരം ചെയ്യുന്നുണ്ടെന്ന് അറിയുവാൻ തക്കവണ്ണം ചെയ്യുമ്പോൾ അവ കാപ്പട്യം നിറഞ്ഞതായി തീരുകയാണ്. എന്നാൽ രഹസ്യങ്ങൾ അറിയുന്ന ദൈവത്തിന് മുമ്പിൽ നിഷ്കളങ്കതയോടും ആത്മസമർപ്പണത്തോടും കൂടെ ചെയ്യുമ്പോഴാണ് സർവശക്തനായ ദൈവം തമ്പുരാൻ നമുക്കതിന് തക്കവണ്ണം പ്രതിഫലം നൽകുക. അപരനിൽ പരനെ കാണുവാൻ സാധിച്ചിട്ട് പുണ്യപ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവ ദൈവത്തിന് മുൻപാകെ സ്വീകാര്യമുള്ളതായി മാറുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകൾ അധരജൽപ്പനങ്ങളായി തീരാതെ, പ്രവൃത്തികൾ കാപട്യം നിറഞ്ഞതായി മാറാതെ, അനുതാപപൂർവം ദൈവത്തിനു മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഈ നോമ്പിൻ്റെ നാളുകളിൽ നമുക്ക് സാധിക്കണം. കരയുന്നവൻ്റെ കണ്ണുനീരിൽ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ സാധിക്കാതിരുന്നാൽ ഈ നോമ്പാനുഷ്ഠാനങ്ങൾ വ്യർത്ഥമാണെന്നൊരു ബോധ്യം എല്ലായ്പ്പോഴും നമുക്കുണ്ടാകണം. നമുക്കുള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് ശ്രേഷ്ഠതയോടെ അവരെ കൂടെ ചേർത്ത് പിടിക്കുവാൻ ഈ നോമ്പിൻ്റെ നാളുകൾ സർവശക്തനായ ദൈവം നമുക്ക് കൃപയും അനുഗ്രഹവും ഭാഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നോമ്പ് നമ്മുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹത്തിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.